Dear students, welcome to English class. This is the last unit lesson recommended by the Board of Examination. നമ്മുടെ പരീക്ഷ ബോർഡ് അവസാനത്തെ യൂണിറ്റ് എന്ന് ഉൾപ്പെടുത്തിയ ഏക പാഠം വാങ്ക ഇപ്പോൾ ലഭ്യമായ റഫറൻസിൽ, പ്രത്യേകിച്ചും SCERT അവസാനമായിട്ട് ഇറക്കിയ റഫറൻസിൽ ഈ പാഠവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാങ്ക, written by Anton Chekhov, a Russian story, the world popular writer, story writer, novelist and playwright. കഥാകൃത്ത്, നോവലിസ്റ്റ്, നാടകകൃത്ത്. ആൾ വിശ്വപ്രസിദ്ധനാണ്. ഈ കഥ നിങ്ങൾ പഠിക്കുന്നതിന് മുൻപുള്ള ആ മാറിയ പുസ്തകത്തിൽ ഒന്നാമത്തെ കഥയായിരുന്നു, ഒന്നാമത്തെ പാഠമായിരുന്നു. ഇപ്പോൾ റസ്കിൻ ബോണ്ടിന് അല്ലെങ്കിൽ നമുക്ക് അഡ്വഞ്ചേഴ്സിൻ്റെ ബെന്യൻ ട്രീക്ക് പകരം മുൻ പാഠപുസ്തകത്തിൽ കൊടുത്ത ഒന്നാമത്തെ പാഠം. ദിസ് വൺ ഈസ് ഓൾസോ റിലേറ്റഡ് വിത്ത് ചൈൽഡ് മൈൻഡ്. ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഉല്ലാസവാനായ റസ്കിൻ ബോണ്ടിനെ കുറിച്ചൊരു കുട്ടിയെക്കുറിച്ചാണ്. മരത്തിൽ കയറി പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് അച്ഛനും അമ്മമാരുള്ള, മുത്തശ്ശനുള്ള സമ്പന്നനായൊരു കുട്ടി. പക്ഷെ ഇവിടെ വാങ്ക ഈസ് എൻ ഓർഫൻ, അനാഥനാണ്. 10 വയസ്സുള്ള അച്ഛനും അമ്മയുമില്ലാത്ത ഒരു പാവം മുത്തശ്ശൻ വളർത്തുന്ന നിഷ്കളങ്കനായ, ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ ദരിദ്രനായി പോയതുകൊണ്ട് മാത്രം അടിമയെപ്പോലെ നിൽക്കേണ്ടി വന്ന, അടികൊള്ളേണ്ടി വന്ന, അതേപോലെ അപമാനം സഹിക്കേണ്ടി വന്ന ഒരു കുട്ടിയുടെ കഥ. വളരെ ഹൃദയസ്പർശിയായ കഥ, ഹാർട്ട് ടച്ചിങ് സ്റ്റോറി. അപ്പോൾ പഠിക്കാൻ വളരെ എളുപ്പമാണ്, എക്കാലത്ത് ഓർത്തിരിക്കേണ്ട കഥയാണ്. കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ചോദ്യം ഈ പാഠം ഉൾപ്പെടുത്തിയത് കൊണ്ട് ഇതിൽ നിന്നും വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇതിലെ മുത്തശ്ശൻ ക്യാരക്ടർ സ്കെച്ചിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കഥാപാത്രമാണ്. അതുപോലെ തന്നെ ലെറ്റർ റൈറ്റിങ്ങിൽ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ, അതേപോലെ തന്നെ ഡയറി എൻട്രിക്ക് ഈ കുട്ടിയുടെ മാനസികാവസ്ഥ എന്നിങ്ങനെ പലതരത്തിലും ചോദ്യം ചോദിക്കാൻ പറ്റുന്നതാണ്. ലെറ്റ് us start. വാങ്ക. Nine-year-old Wanga Shukhov. 9-year-old Wanga Shukhov. The full name Wanga Shukhov. Anton Chekhov. ഷുഖോവ്, ചെഖോവ്, അതേമാതിരി ദോസ്തോസ്കി, ഇത്തരം പേരുകളൊക്കെ റഷ്യൻ പദങ്ങളാണ്, റഷ്യൻ പേരുകളാണ്. ടോൾസ്റ്റോയ് ഒരു പ്രത്യേക തരത്തിൽ വരുന്ന അക്ഷരങ്ങളിൽ നിൽക്കുന്ന VY എന്നൊക്കെ മാതിരിയുള്ള അക്ഷരങ്ങൾ നിൽക്കുന്ന പേരുകളായിരിക്കും. 9 വയസ്സുള്ള കുട്ടി, മുഴുവൻ പേര് വാങ്ക ഷുഖോവ്, ഹു ഹാഡ് ബീൻ അപ്രൻറ്റീസ്, നൗണാണെങ്കിൽ ട്രെയിനി, പരിശീലനം ലഭിക്കുന്ന, പരിശീലനം നേടുന്ന കുട്ടി. അപ്രൻറ്റീസ്ഡ്, ട്രെയിൻഡ്, പരിശീലനം നേടിയത്. അപ്രൻറ്റീസ്ഡ് 3 months ago, 3 മാസക്കാലമായി അവൻ ഒരു പ്രത്യേക കാര്യത്തിൽ പരിശീലനം നേടുന്നു. ടു അല്യാഖീൻ, മറ്റൊരു കഥാപാത്രമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു അല്യാഖിൻ, ഓർത്തു വെക്കേണ്ട കഥാപാത്രമാണ് അല്യാഖിൻ. That means his master.
വാങ്ക നമ്മൾ പഠിച്ചു. മെയിൻ ക്യാരക്ടറാണ് വാങ്ക, VANKA. 9 ഇയർ അല്യാഖിൻ മാസ്റ്ററാണ്, യജമാനനാണ്. പരിശീലനം കൊടുക്കുന്നയാൾ മുതലാളിയെപ്പോലെ ജന്മിയെപ്പോലെ പെരുമാറുന്നയാളാണ്. അതോർത്ത് വെക്കുക. ഒരു വില്ലൻ കഥാപാത്രമാണ് അല്യാഖിൻ. വൺസ് അഗെയിൻ, 9-year-old Wanga Shukov, who had been apprenticed 3 months ago to Alyakin, the shoemaker. അപ്പോഴും മൂപ്പരുടെ പ്രൊഫഷൻ ഷൂ മേക്കിംഗ്. അതാണ് ഷൂ മേക്കർ. ചെരുപ്പുണ്ടാക്കുക, അത് കുട്ടികളെ കൊണ്ടുണ്ടാക്കിക്കുക. അപ്പോൾ ഈ പാഠത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അരുതാത്തൊരു കാര്യം ചെയ്യിക്കുകയാണ്. എന്താണ് ഈ അരുതാത്ത കാര്യം? ബാലവേല, ചൈൽഡ് ലേബർ. അതാണ് പാഠത്തിൻ്റെ പ്രത്യേകത. പാടില്ലാത്തൊരു കാര്യം, കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പാടില്ല. അവരതിന് പ്രാപ്തരല്ല. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു 16-17 വയസ്സ് വരെ കുട്ടി ജോലി ചെയ്യാൻ പ്രാപ്തരല്ല. എന്നാൽ ചെറിയ കാര്യങ്ങൾ, പരിശീലനം മാതിരിയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ജീവിതവും പഠനവും തടസ്സപ്പെടുത്തിയിട്ട് ഭക്ഷണം പോലും കൊടുക്കാതെ പട്ടിണിക്കിട്ടുകൊണ്ട് ഈ അല്യാഖിൻ എന്ന് പറയുന്ന അവൻ്റെ മാസ്റ്റർ യജമാനൻ, ഷൂ മേക്കറായ ആ മനുഷ്യൻ, എ ക്രൂവൽ മാൻ, അയാളിതാ 9 വയസ്സുള്ള വാങ്കയെ കൊണ്ട് ഭക്ഷണം പോലും കൊടുക്കാതെ, അതവൻ പറയുന്നുണ്ട്, ഭക്ഷണം കിട്ടുന്നില്ല. അവനല്ല, ഒട്ടേറെ കുട്ടികൾ. ഇതാണ് കഥയുടെ പ്രത്യേകത. അപ്രന്റീസ്ഡ് 3 months ago to Alyakin, the shoemaker, did not go to bed on Christmas Eve. കഥ നടക്കുന്നത് ക്രിസ്മസ് കാലത്താണ്. നാളെയാണ് ക്രിസ്മസ്. തലേ ദിവസം വൈകുന്നേരത്തെയാണ് നമ്മൾ ക്രിസ്മസ് ഈവനിങ്. അതാണ് ഇവിടെ ക്രിസ്മസ് ഈവ്. ക്രിസ്മസ് ഈവ് മീൻസ് ക്രിസ്മസ് ഈവനിങ്, ദ ഡേ ബിഫോർ ക്രിസ്മസ്. അപ്പം ഉണ്ണിയേശു ജനിച്ചു എന്ന് പറയുന്ന ആ പുലരിയാണ്, ആ രാത്രിയുടെ മധ്യയാമമാണ് നമ്മൾ ഈ പുൽക്കൂടിലൊക്കെ വെച്ച് ഈ ഉണ്ണിയേശുവിനെ വെച്ച് ആരാധിക്കുന്നതും പിന്നെ ഈ കരോൾ പാട്ടുപാടിക്കൊണ്ട് വീട് വീടാന്തരം കയറിയിറങ്ങുന്നു മറ്റും. ആ ആഘോഷത്തിൻ്റെ തലേ ദിവസം വൈകുന്നേരം അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ദാറ്റ് മീൻസ് ഇറ്റ് വാസ് നോട്ട് എ ഹാപ്പി ക്രിസ്മസ് ടു വാങ്ക. നമുക്ക് ആഘോഷമാണെങ്കിലും ഓണമാണെങ്കിലും പെരുന്നാളാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും വിഷു ആണെങ്കിലും കുട്ടികൾ ഏറെ ആഹ്ലാദിക്കുന്നത് ബിക്കോസ് ദർ ഈസ് സംതിങ് ടു ബി ഹാപ്പി. സന്തോഷിക്കാൻ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ടാണ്. ഓണക്കാലത്താണെങ്കിൽ പൂപ്പറിച്ച് പൂക്കളം തീർക്കാനും അതുപോലെ തന്നെ പുതുവസ്ത്രങ്ങൾ കിട്ടാനും മറ്റുമുള്ള കാര്യങ്ങൾ. വിഷുക്കാലത്താണെങ്കിൽ പടക്കം പൊട്ടിക്കാനും ആഹ്ലാദിച്ച് നടക്കാനുള്ള അവസരങ്ങൾ. അതുപോലെ തന്നെ പെരുന്നാളിനാണെങ്കിൽ ഇത്തരത്തിൽ ക്രാക്കേഴ്സ് പടക്കങ്ങൾ പൊട്ടിക്കാനും പുതുവസ്ത്രം ലഭിക്കാനും. ക്രിസ്മസിന് അങ്ങനെ തന്നെ. സോ ദർ ഈസ് സംതിങ് ടു ബി ഹാപ്പി. But here Wanga is unhappy. Why? Why he was unhappy? ഒന്നുകൂടി സമയം സായം സന്ധ്യ. സ്ഥലം അല്യാഖിൻ്റെ വീട്. പട്ടണത്തിലെ മോസ്കോ നഗരത്തിലെ അല്യാഖിൻ്റെ വീട്. പ്രധാന കഥാപാത്രമായ വാങ്ക സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവന് 3 മാസമായി ആ വീട്ടിൽ, അവൻ്റെ മുത്തശ്ശൻ കൊണ്ടാക്കിയതാണ്, വലിയച്ഛൻ കൊണ്ടാക്കിയതാണ്. വലിയച്ഛൻ്റെ സുഹൃത്താണ് അല്യാഖിൻ. പക്ഷെ ആ സൗഹൃദമൊന്നും അയാൾ അവനോട് കാണിച്ചില്ല. കഥ അതാണ് വരുന്നത്. സോ വൺസ് അഗെയിൻ, നൗ ദ മെയിൻ ക്യാരക്ടർ ഈസ് വാങ്ക, 9-year-old Wanga, and he is living in the house of Alyakin. Alyakin is a shoemaker. Now he is his master. And he is a cruel man,
ആൻഡ് ഹീസ് മേക്കിംഗ് ദ ചിൽഡ്രൻ വർക്ക് ഡൂയിങ് ചൈൽഡ് ലേബർ. കുട്ടികളെ കൊണ്ട് കഠിനമായിട്ട് ജോലി ചെയ്യിച്ച്, അതായത് ബാലവേല ചെയ്യിക്കുന്ന, ഭക്ഷണം പോലും കൊടുക്കാത്ത, പട്ടിണി കിടന്ന, വിശ്രമ അവസ്ഥ കൊടുക്കാത്ത ക്രൂരനായൊരു മനുഷ്യനാണ് അല്യാഖീൻ. ആ അല്യാഖീൻ്റെ വീട്ടിൽ ഒരു ട്രെയിനിയായിട്ട് 3 മാസക്കാലമായി നമ്മുടെ പാവം 9 വയസ്സുകാരൻ താമസിക്കുന്നു. നാളെ ക്രിസ്മസാണ്, സന്തോഷിക്കേണ്ട ദിവസമാണ്. പക്ഷേ അവൻ സന്തോഷമില്ല എന്ന് മാത്രമല്ല, തികഞ്ഞ സങ്കടപ്പാടാണ്. അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. വൺസ് അഗെയിൻ, 9-year-old Wanga Shukov, who had been apprenticed 3 months ago to Alyakin, the shoemaker, did not go to bed. അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. On Christmas Eve, you know what is meant by Christmas Eve? That day before the Christmas. ക്രിസ്മസിൻ്റെ തലേ ദിവസം വൈകുന്നേരം. He waited till his master and mistress and the senior apprentices had gone to church. You know, related with such incidents, പെരുന്നാളാണെങ്കിൽ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നവർ, ആ മതക്കാർ പള്ളിയിൽ പോകുന്നു. ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവർ ക്രിസ്മസിന് അവരുടെ ചർച്ചിൽ പോകുന്നു. അങ്ങനെ മതപരമായിട്ടൊരു ആഘോഷം കൂടിയാണ് ക്രിസ്മസ്. സോ he waited till everybody of that house had gone to church. എല്ലാവരും പള്ളിയിൽ പോകാൻ അവൻ കാത്തിരുന്നു. He wanted to do something alone. അവൻ എന്തോ കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനുണ്ട്, മറ്റുള്ളവർ കാണാതെ. സംതിങ് സീക്രട്ട്, രഹസ്യമായൊരു കാര്യം. അതുകൊണ്ടവൻ കാത്തിരുന്നു, എല്ലാവരും പള്ളിയിൽ പോകാൻ വേണ്ടി. ആരൊക്കെയാണ് അവിടെ പറഞ്ഞത്? He waited till his master, യജമാനൻ, and mistress, അദ്ദേഹത്തിൻ്റെ ഭാര്യ, യജമാനത്തി, and the senior apprentices, അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന, അവനാണ് ഏറ്റവും ചെറിയ കുട്ടി. മുതിർന്ന ആ പരിശീലനം നേടുന്ന മറ്റു കുട്ടികൾ had gone to church, and then took from the cupboard a bottle of ink and a pen with a rusty nib. And now we got an idea. അവരങ്ങ് പോയി എന്ന് തോന്നിയപ്പോൾ അവൻ കബോർഡിൽ, ആ മുറിയിലെ അളുമാരയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന, സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു നിബ് പൊട്ടിയ പേന, ഒരു കുപ്പി മഷി, ചുരുങ്ങിയ ഒരു കടലാസ് തുണ്ട് പുറത്തെടുത്തു. ഫോർ വാട്ട് ഇറ്റ് മേ ബി, എന്തിനായിരിക്കാം? ഫോർ റൈറ്റിംഗ് സംതിങ്. അവൻ്റെ മനസ്സിലെ നൊമ്പരങ്ങൾ, അവൻ്റെ മനസ്സിലെ സങ്കടങ്ങൾ, ദ സോറോസ് ഓഫ് ഹിസ് മൈൻഡ്, ദ സാഡ്നെസ് ഓഫ് ഹിസ് മൈൻഡ്, ദ അൺഹാപ്പിനെസ്, ദി എക്സ്ട്രാ-ഓർഡിനറി സോറോ ദാറ്റ് വാസ് ഇൻ ഹിസ് മൈൻഡ്. അവൻ്റെ മനസ്സിൽ അസാധാരണമായ ആ സങ്കടപ്പാട്. ഹി വോണ്ട് ടു സേ ടു സംബഡി, ആരോടെങ്കിലും ഒന്ന് പറയണം. നോ ബഡി ദർ, ആരുമില്ല. നോ പപ്പ, നോ മമ്മ, നോ ബ്രദർ, നോ സിസ്റ്റർ. ഓൺലി എ ഗ്രാൻഡ് ഫാദർ, ഒരു മുത്തശ്ശൻ മാത്രമേ ഉള്ളൂ. ആ മുത്തശ്ശന് കത്തെഴുതാനായിട്ട്, തൻ്റെ സങ്കടം അറിയിക്കാനായിട്ട് ആ സായം സന്ധ്യയിൽ അവൻ ഒറ്റയ്ക്ക് മുറിയിലിരിക്കുന്നു കത്തെഴുതാനായിട്ട്. പേനയെടുത്തു, നോക്കുക, നിബ് പൊട്ടിയ പേന. റസ്റ്റി, തുരുമ്പിച്ചതും കൂടിയാണ്. റസ്റ്റി, RUST, റസ്റ്റ്, തുരുമ്പ്. റസ്റ്റി, ഹാവിങ് റസ്റ്റ്, തുരുമ്പിച്ച ആണ് റസ്റ്റി. RUSTY, ദാറ്റ് മീൻസ് ഹാവിങ് റസ്റ്റ്. സ്പെല്ലിംഗ് നോക്കണം, RUST, തുരുമ്പുള്ള, തുരുമ്പിച്ച. ആ തുരുമ്പിച്ച നിബുള്ള പേനയെടുത്തു. അവനതേ ഉള്ളൂ, കിട്ടിയുള്ളൂ. ചുരുങ്ങിയ കടലാസ്, ചുളുങ്ങിപ്പോയത്, എവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അതുമായിട്ട് അവൻ ഇരിക്കുകയാണ്. നോക്കൂ. ആൻഡ് ദാറ്റ് he took the bottle of ink and a pen with a rusty nib and spread out a crumbled sheet. Crumbled, ചുളുങ്ങിപ്പോയ, മടങ്ങിപ്പോയ, ചുളുങ്ങിയ, മടങ്ങിയ, അതാണ് crumbled sheet of paper, and was
all ready to write. He was ready to write. Many things to be written. Sorrows that was going to pour out. പുറത്തേക്ക് ഇങ്ങനെ ഒഴുകാനായി നിൽക്കുന്ന സങ്കടം, ആ സങ്കടം അവൻ എഴുതണം കടലാസിലേക്ക്. അവൻ കടലാസ്, പേന, മഷി ഓരോന്നിനും വിശദീകരണം കൊടുത്തു. ഇങ്ക് ബോട്ടിന് ഒഴിച്ചിട്ട് റസ്റ്റി പെൻ, തുരുമ്പ് പിടിച്ച അതുകൊണ്ട് എഴുതാൻ പറ്റില്ല, അതാണ് തുരുമ്പിച്ചെന്ന് പറയാൻ കാരണം. ചുരുങ്ങിയ കടലാസ്, ചുളുങ്ങിപ്പോയ കടലാസ്, ആരും കത്തെഴുതില്ല, അതിലല്ല എഴുതുക, എഴുതാൻ കൊള്ളില്ല. എഴുതാൻ കൊള്ളാത്ത കടലാസ്, എഴുതാൻ കൊള്ളാത്ത പേന, അതുമായിട്ടാണ് അവൻ എഴുതാനിരിക്കുന്നത്. സോ യു സി ദ സാഡ് ആൻഡ് പിറ്റിയബിൾ കണ്ടീഷൻ ഓഫ് ദ ചൈൽഡ്. അവനറിയില്ല ഇതിലെഴുതാമോ എന്ന്. ഒന്നുകൂടി പറഞ്ഞാൽ അവൻ എഴുതാൻ തന്നെ അറിയില്ല. അവൻ നന്നായിട്ട് എഴുതാൻ അറിയില്ല. അതാണ് ഈ കഥയിലെ ദുരന്തം. നാം മനുഷ്യർ, പ്രത്യേകിച്ചും വർത്തമാനകാല മനുഷ്യൻ, പഠിക്കാതെ പോയാൽ അവൻ അനുഭവിക്കേണ്ടുന്ന ദുരന്തം കൂടിയാണ് ഈ കഥ. ആൻഡ് ഹി വാസ് ഓൾ റെഡി ടു റൈറ്റ് ബിഫോർ ട്രേസിങ്, ട്രേസ്, അന്വേഷിച്ച് കണ്ടെത്തുക, കണ്ടുപിടിക്കുക. അതായത് അവൻ തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. ഹി ഈസ് തിങ്കിങ്, ഇവിടെ ട്രേസിങ് എന്നതൊക്കെ തിങ്കിങ്. ദ ഫസ്റ്റ് ലെറ്റർ ഹി ഗ്ലാൻസ് സെവറൽ ടൈം. ഒന്നാമത്തെ അക്ഷരം. ഇപ്പം നമുക്ക് അറിയില്ലാത്തൊരു കാര്യം, ഒട്ടും അറിയാത്തൊരു കാര്യം, നമ്മളൊരു വിഷയത്തെക്കുറിച്ച് എഴുതാൻ പറയാണ്, നമ്മൾ ടീച്ചർ പറയാണ് യു റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദിസ് സബ്ജക്റ്റ്. നമുക്ക് ആ വിഷയം അറിയില്ല. വാട്ട് വി വിൽ റൈറ്റ്. അപ്പോൾ നമ്മൾ പേനയും പിടിച്ചിരിക്കും, എങ്ങനെ തുടങ്ങണം, വാട്ട് ടു ബി റിട്ടൺ, എന്താണ് എഴുതേണ്ടത്. സോ ഹിയർ ബട്ട് മെനി ഫീലിങ്സ് ഇൻ ഹിസ് മൈൻഡ്, ബട്ട് ഹി കാൺട്ട് റൈറ്റ് ഇറ്റ് ആൻഡ് ഹി ഡസൻറ്റ് നോ ഹൗ ടു റൈറ്റ്. പാവം, ആ കൊച്ചുകുട്ടിക്കറിയില്ല എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പോലും. അതുകൊണ്ട് ഒന്നാമത്തെ അക്ഷരം എഴുതും മുൻപ് അവൻ ഏറെ നേരം ആ തുണ്ട് കടലാസിന് മുന്നിൽ പേനയും പിടിച്ചുകൊണ്ട്, തുരുമ്പിച്ച നിമ്പുള്ള പേനയും പിടിച്ചുകൊണ്ടിരുന്നു. ആൻഡ് വാസ് ഓൾ റെഡി ടു റൈറ്റ്. ബിഫോർ ട്രേസിങ് ദി ഫസ്റ്റ് ലെറ്റർ ഹി ഗ്ലാൻസ്ഡ് സെവറൽ ടൈംസ് ആങ്ഷ്യസ്ലി അറ്റ് ദ ഡോർ. അതിനു മുൻപ് പലതവണ ഹി ഗ്ലാൻസ്ഡ് മീൻസ് ലുക്ഡ്, സെവറൽ ടൈംസ് മീൻസ് മെനി ടൈംസ്, പലതവണ അവൻ വാതിൽക്കലേക്ക് നോക്കി. ആങ്ഷ്യസ്, ആകാംക്ഷയോടെ, അറ്റ് ദ ഡോർ, വാതിൽക്കലേക്ക്, ആൻഡ് വിൻഡോ, ജനവാതിൽക്കലേക്ക്, പീഡ് അറ്റ് ദ ഡാർക്ക് ഐക്കൺ, ആ മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ഐക്കൺ, പെയിൻറ്റിങ് ഓൺ വുഡ്, മരത്തിൽ പെയിൻറ്റ് ചെയ്ത് വെച്ച രൂപങ്ങൾ, അല്ലെങ്കിൽ മരത്തിൽ കാർവിങ്സ്, മരത്തിൽ കൊത്തിയെടുത്ത ചായം പൂശിയ രൂപങ്ങൾ, ആ രൂപത്തിലേക്കും ഒക്കെ അവൻ കുറേ നേരം നോക്കിയിരുന്നു. ആരെങ്കിലും വരുന്നുണ്ടോ, ആരെങ്കിലും കണ്ടുപിടിക്കുമോ. ദാറ്റ്സ് വൈ ഹി ഈസ് ലുക്കിംഗ് ടുവേർഡ്സ് ദ ഡോർ ആൻഡ് ദ വിൻഡോ. പിന്നെ ആ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു കുറച്ചു നേരം. വാട്ട് ടു റൈറ്റ്, ഹൗ ടു റൈറ്റ്, എന്താണ് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊക്കെ. And was ready to write. Before tracing the first letter, he glanced means looked several times anxiously at the floor and window. Peered at the dark, ഇരുട്ടിലെ ആ രൂപത്തിലേക്ക് നോക്കിയിരുന്നു, ഐക്കണിലേക്ക് നോക്കിയിരുന്നു, വുഡൻ പെയിൻറ്റിങ്ങിലേക്ക് നോക്കിയിരുന്നു. വിത്ത് ഷെൽഫ്സ് ഹോൾഡിങ് കോബ്ലേഴ്സ് ലാസ്. അവിടെ ഒരു ഷെൽഫുണ്ട്. ആ ഷെൽഫിൽ കോബ്ലറുടെ, ഹുയിസ് കോബ്ലർ പഠിച്ച വാക്കാണ് നമ്മൾ. ഈ ലെതർ തുന്നിക്കൂട്ടുന്ന ആൾ. നമ്മൾ ഇപ്പോഴ് ഈ അത്രത്തോളം പ്രാധാന്യമില്ലാത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച അലിയുടെ പാഠം, കോബ്ലർ, ചെരുപ്പ് കുത്തി, ആണ് കോബ്ലർ. ഇയാളൊരു ചെരുപ്പ് കുത്തിയാണ്, അലിയാഖിൻ ചെരുപ്പുണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ കോബ്ലറുടെ ഷെൽഫ്, അതിൽ വെച്ചിരിക്കുന്നത് ലാസ്റ്റ് പഠിക്കണം. ലാസ്റ്റ് അവസാനം, നല്ല അർത്ഥം നൗണാണ്. എ ബ്ലോക്ക് ഓഫ് വുഡ്. അതായത് ചെരുപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഒരു ബ്ലോക്ക് ഉണ്ടാകും, മരം കൊണ്ടുള്ളതോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ചിലപ്പോഴെന്തായിരിക്കും മെറ്റൽ കൊണ്ടുള്ളതായിരിക്കും. അപ്പോഴതിൽ ഷൂസുണ്ട്, ആ ഷൂസ് ഉണ്ടാക്കാനുള്ള ബ്ലോക്കുണ്ട്. ആ ബ്ലോക്കിലേക്ക് അവൻ അല്പനേരം നോക്കിയിരുന്നു. അതായത് ആ അച്ചുകളിലേക്കും മറ്റും. സ്ട്രെച്ചിങ് ഓൺ either side of the shelf.
ആ രണ്ട് വശത്തും അപ്പുറത്തും ഇപ്പുറത്തും ഐക്കൺസ് ഉണ്ട്, ലാസ്റ്റ് ഉണ്ട്. വീണ്ടും പറയുന്നു, ഐക്കൺ പെയിൻറ്റിങ് ഓൺ വുഡ്, ലാസ്റ്റ് എ ബ്ലോക്ക് ഓഫ് വുഡ്. അതായത് ചെരുപ്പ് കുത്തിയുടെ മുറിയിലെ അച്ചിലേക്കും രൂപങ്ങളിലേക്കും ഒക്കെ അവൻ ഏറെ നേരം നോക്കിയിരുന്നു. ആൻഡ് ഗേവ് എ കിവറിങ് സൈ, പിന്നീടൊരു ദീർഘനിശ്വാസം. കിവറിങ്, വിറയ്ക്കുന്ന, ശ്വാസത്തിന് പോലൊരു വിറയൽ. ഭയാണ്, ഫിയറാണ് മനസ്സിൽ, പേടിച്ചുകൊണ്ടാണ് എഴുതുന്നത്. ദ പീപ്പിൾ ലേ ഓൺ ദ ബെഞ്ച്. ഇപ്പോഴിതാ നിലത്ത് മുട്ടുകുത്തിയിരുന്നിട്ട് ഒരു ബെഞ്ചിൽ വെച്ചാണ് എഴുതുന്നത്. ആ പേപ്പർ അവിടെ കിടക്കുന്നു. ആൻഡ് വാങ്ക നെൽറ്റ് ഓൺ ദ ഫ്ലോർ ആൻഡ് ഓഫ് ദ ബെഞ്ച്. ആ ബെഞ്ചിൽ മുന്നിൽ അവൻ നിലത്ത് മുട്ടുകുത്തിയിരുന്നു. അവൻ എഴുതാണ്, ഡിയർ ഗ്രാൻഡ് ഡാഡ്, പ്രിയ മുത്തശ്ശ. ആൻഡ് യു ഹാവ് ടു റിമെമ്പർ ദ നെയിം ഓഫ് ദാറ്റ് ഗ്രാൻഡ് ഫാദർ, ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റൈൻ മെക്കാരിക്. പഠിച്ചു വെക്കണം. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. കോൺസ്റ്റൻറ്റൈൻ മെക്കാരിക്, അത്രമാത്രം പ്രധാനപ്പെട്ടൊരു കഥാപാത്രമാണ് കോൺസ്റ്റൻറ്റൈൻ മെക്കാരിക്. ക്യാരക്ടർ സ്കെച്ച് കൊണ്ട്, അതായത് നമ്മുടെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലെ മിസ്റ്റർ ജോൺ പോലെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ സ്കെച്ചിന് പറ്റിയ കഥാപാത്രം. അപ്പം അവൻ എഴുതി, എൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശ. ഹി റോട്ട്, ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ ടു യു. മുത്തശ്ശ, ഞാൻ അങ്ങേക്കൊരു കത്ത് എഴുതുകയാണ്. ഐ സെൻഡ് യു ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ്. ആദ്യമേ ഞാൻ പറയട്ടെ, അറിയിക്കട്ടെ എൻ്റെ ക്രിസ്മസ് സന്ദേശം. ആൻഡ് ഹോപ്പ്, ഞാൻ ആശിക്കുന്നു, ഗോഡ് വിൽ സെൻഡ് യു ഹിസ് ബ്ലെസ്സിങ്സ്. മുത്തശ്ശ, ദൈവം അങ്ങയെ അനുഗ്രഹിക്കും. ദൈവം എപ്പോഴും അങ്ങയുടെ കൂടെ ഉണ്ടാകും. ഐ ഹാവ് നോ ഫാദർ ആൻഡ് നോ മദർ. മുത്തശ്ശ, അങ്ങേക്കറിയാമല്ലോ, എന്നെ സഹായിക്കാൻ, എന്നെ സ്നേഹിക്കാൻ നോ ഫാദർ, എനിക്ക് അച്ഛനില്ലല്ലോ. നോ മദർ, എനിക്ക് അമ്മയില്ലല്ലോ. ആൻഡ് യു ആർ ഓൾ ഐ ഹാവ്. എൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശ, എനിക്കാകെ ഭൂമിയിലുള്ളത് അങ്ങ് മാത്രമാണല്ലോ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സ്റ്റോറി. ആൻഡ് യു ഹാവ് ടു റിമെമ്പർ, Wanga, the 9-year-old boy, is an orphan, fatherless, motherless, and his caretaker is Konstantin Makarik, his grandpa, and now he is undergoing training. Alyakin, the master, the shoemaker. സ്ഥലം മോസ്കോ, സമയം ക്രിസ്മസിൻ്റെ തലേദിവസം സന്ധ്യാസമയം. എല്ലാവരും പള്ളിയിൽ പോയിരിക്കുകയാണ്. ആ സമയത്ത് ആ കൊച്ചുകുട്ടി അവൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശന് അവൻ്റെ മനസ്സിലെ സങ്കടങ്ങൾ എഴുതാൻ തുടങ്ങുന്നു. യെസ്, ലെറ്റ് us കണ്ടിന്യൂ ടുമോറോ.